കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീരാജ് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാണ്. അയ്യപ്പസ്വാമി ഒരു പുതിയ ജീവനൊക്കെ ശ്രീരാജിന് നൽകി. ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ അനു ശ്രീരാജിനെ കാണാൻ അകത്തേക്ക് കയറി വരുവാണ്. അപ്പോഴാണ് ഡോക്ടർ ആ കാഴ്ച കാണുന്നത്. കാരണം ഇത്ര സമയം മരിച്ചെന്ന് കഴിയ ശ്രീരാജിന് പെട്ടെന്നൊരു അനക്കമൊക്കെ ഉണ്ടാവുകയാണ്. പെട്ടെന്ന് പൾസൊക്കെ ഉണ്ടായി തുടങ്ങി. മോണിറ്ററിൽ അതൊക്കെ കാണിച്ചു തുടങ്ങി. ഡോക്ടർക്ക് തന്റെ സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഓക്സിജൻ മാസ്ക് ഒക്കെ വീട്ടുകാർ പറഞ്ഞിട്ട് അതൊക്കെ നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് വരുന്നിട്ടും കാര്യമില്ല. കാരണം ആ ഒരു യന്ത്രത്തിന്റെ സഹായത്തോടെ, വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ശ്രീരാജ് ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനിയിപ്പോൾ അതിന്റെ കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് അയ്യപ്പസ്വാമി ഒന്ന് പുതുജീവൻ കൊടുത്ത കാര്യമൊന്നും ഡോക്ടർക്കൊന്നും അറിയില്ലല്ലോ. അയ്യപ്പസ്വാമിയുടെ കരങ്ങളിൽ ഒരു നിമിഷത്തേക്ക് അന്നപൂർണേശ്വരി ദേവി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ശ്രീരാജിന്റെ ജീവൻ അയ്യപ്പസ്വാമി രക്ഷിച്ചത്. ഈ സമയം അനുവിനെ കണ്ടത് ഡോക്ടർ ഒന്ന് അത്ഭുതമായിരിക്കുന്നു കേട്ടോ. ശ്രീരാജ് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് തോന്നേ, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഇതറിഞ്ഞിട്ട് എല്ലാവരും അകത്തേക്ക് കയറി വരുവാണ്. അപ്പൊ അനുവിന് സന്തോഷമാണോ സങ്കടമാണോ കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയത്തില്ല. ഒരു നിമിഷം ശ്രീരാജിന് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ താൻ അകത്തേക്ക് പോകേണ്ട വന്നേനും. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു, അനുചേച്ചി എന്തിനാ സങ്കടപ്പെടുന്നേ? ബാലികാദേവി അല്ലേ പറഞ്ഞേ അനുചേച്ചിയുടെ ശ്രീരാജേട്ടനെ വന്ന് കാണണമെന്ന്. അതുകൊണ്ട് ബാലികാദേവിയാണ് ഇപ്പം ശ്രീരാജേട്ടനെ രക്ഷിച്ചേ. ഈ ബാലികാദേവി എന്ന് പറഞ്ഞാൽ ആരാ? അന്നപൂർണേശ്വരി. അന്നപൂർണേശ്വരി ആരാ? ശ്രീ പരമേശ്വരന്റെ ഭാര്യയായ പാർവതി ദേവി അല്ലേ? അപ്പൊ പാർവതി ദേവിയാണ് ശ്രീരാജേട്ടനെ രക്ഷിച്ചിരിക്കുന്നു പറയണം. ആ ബാലികാദേവിയുടെ ചൈതന്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ശ്രീരാജേട്ടൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. ഇത് കേട്ടതും അനുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല. അനു ഒരു നിമിഷം കൈകൂപ്പി അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ബാലികാദേവിയായ ഉണ്ണിമോളായിരുന്നു ആ സമയത്ത് അനുവിന്റെ മനസ്സിലേക്ക് വന്നിരുന്നേ. പിന്നീട് ഗിരിദേവൻ പറഞ്ഞു, ഇനിയിപ്പൊ അനുസരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ്. അപ്പോഴേക്കും വല്യമ്മാൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? മരണത്തിന് രക്ഷപ്പെട്ടതല്ലേ ഉള്ളൂ. പക്ഷെങ്കിൽ കൊല്ലാൻ നോക്കിയില്ലേ, അപ്പൊ അതിനെന്താണല്ലോ ഉറപ്പായിട്ടും അനു ജയിലിൽ പോയി കിടക്കേണ്ട വരുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗിരിദേവൻ പതുക്കി വന്ന് വല്യമാവനെ നോക്കി. പിന്നീട് ഗിരിദേവ ശ്രീരാജിന്റെ മുഖത്തേക്ക് നോക്കുവാണ്. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീരാജ് പതുക്കി ഇങ്ങനെ കണ്ണു തുറന്ന് വരുവാണ്. എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ അമ്മയെന്ന് വിളിക്കുവാണ്. രാഗിണീനെ നോക്കിയുണ്ട്. അതിനുശേഷം അനു അവിടെ നിൽക്കുന്ന കണ്ടു. അനുവിനെ നോക്കിയിട്ട് സോറി എന്ന് പറയാണ്. ഇത് കേട്ടതും അനുവിന് ഭയങ്കര സന്തോഷമായി. ശ്രീരാജേട്ടൻ സംസാരിച്ചല്ലോ, അത് മാത്രം മതി. പിന്നീട് അനു പറഞ്ഞു, ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് പോലീസുകാർ പറഞ്ഞു, മതി മതി ഇനി നമുക്ക് പോയേക്കാന്ന് പറയണം. ഗിരിദേവൻ പറഞ്ഞു, പോകാൻ വരട്ടെ സാറേ എന്ന് പറയണം. എന്തോ ശ്രീരാജേട്ടൻ എന്തോ കാര്യം പറയാനുണ്ടെന്ന് തോന്നേ. വാവ് പറഞ്ഞു, ശരിയാ ചുണ്ടനക്കുന്നത് കണ്ടോന്ന് പറയണം. അതും കൂടെ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറയാം. ഈ സമയം ശ്രീരാജ് പതുക്കെ പറഞ്ഞു, അതെ എനിക്ക് അനുവിനോട് സോറി പറയണം. അതെ ഞാനാ എന്റെ ഈ കാരണത്തിന് ഉത്തരവാദി. ഞാൻ കാരണം എനിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അനു തെറ്റുകാരിയൊന്നും അല്ല. അനുവിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അനുവിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാ അനു എന്നെ പിടിച്ചെന്ന് തള്ളിയത്. അപ്പോഴെനിക്ക് എങ്ങനെ സംഭവിച്ചതെന്ന് പറയാം. ഇത് കേട്ടൻ രാഗിണി ഞെട്ടിപ്പോയി. ശരിയാണോ മോനെ, നീ അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചായിരുന്നു ചോദിക്കുക. ശരിയാമേ, എന്റെ ആ സമയത്തെ ബുദ്ധി, എനിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനാ തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ. പക്ഷെങ്കിൽ ഞാൻ വീണ് കടന്നു കഴിഞ്ഞപ്പോഴാ എന്റെ മനസ്സിൽ ഞാൻ എത്രമാത്രം വലിയ തെറ്റാ ചെയ്തെന്നൊക്കെയുള്ള ബോധം ഉണ്ടായത്. ഈ സമയം അയ്യപ്പസ്വാമിയും പറഞ്ഞു, കാരണം പുറമെ ഇങ്ങനെ കിടക്കുവാണെങ്കിലും ഉള്ളിൽ ബോധം ഉണ്ടായിരുന്നു. ആ സമയത്ത് ശ്രീരാജ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു. ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കാനുള്ള താൻ ശ്രമിച്ചേ, അപ്പൊ അതിനുള്ള ശിക്ഷ തന്നേന്നൊക്കെയുള്ള. അതുകൊണ്ട് അനുവിന്റെ പേരിൽ എനിക്കൊരു കേസും ഇല്ല. ഞാനാ എന്റെ ഇത്രയും വലിയ ആപത്തിന് ഉത്തരവാദി എന്ന് പറയാം. ഇത് കേട്ടതും പോലീസുകാർ പറഞ്ഞു, ഇനിയിപ്പം നമ്മളെന്തിനാ അവിടെ നിൽക്കണേ, നമുക്ക് പോയേക്കാന്ന് പറയണം. അങ്ങനെ അനുവിനെ അവിടെ വിട്ടിട്ട് അവരും കൂടെ പോവാം. ഈ സമയം വല്യമ്മാവൻ പറഞ്ഞു, എന്നാ പിന്നെ ഇനി ഞാനും പോയേക്കാം. എല്ലാ അയ്യപ്പസ്വാമിയുടെ കൃപാകടാശം. ഞാൻ എന്തുമാത്രം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ശ്രീരാജ് രക്ഷപ്പെട്ടെ. അത് മാത്രമല്ല അനുവിനല്ലേ പോലീസ് കൊണ്ടുപോകത്തില്ലായിരുന്നോ? എനിക്കത് ബുദ്ധിമുട്ടായനം. കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടീനെ പോലീസ് കൊണ്ടുപോകാന്ന് പറഞ്ഞാല് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? രക്ഷപ്പെട്ടു എന്റെ ഭഗവാനെ എന്ന് പറയാണ്. അതും പറഞ്ഞിട്ട് പതുക്കെ നൈസിൽ അങ്ങോട്ട് സ്കൂട്ടാൻ തുടങ്ങുകയാണ് വല്യമാൻ. ഈ സമയത്ത് അനുവിന്റെ അച്ഛൻ ചോദിച്ചു, അല്ല വല്യമാൻ ഇത്ര പെട്ടെന്ന് പോവാണോ? അതെ പോയേക്കാം. അല്ല വല്യമാവന് ഇതിനൊരു പ്രതിഫലം വേണ്ടേ? ഒന്നും അല്ലേ ഇത്രയും ദിവസം അവിടെ നിന്നാലേ നിൽക്കും. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയേക്കാം. അത് മാത്രമല്ല അത്യാവശ്യം വണ്ടിക്കൂലിക്കും വട്ടച്ചെലവിനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്കൊന്നും വേണ്ടെന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അതെ വല്യമാനിത് കൊണ്ടുപോയാൽ മതി എന്ന് പറയണം എന്ന് പറഞ്ഞു കാരണം തീർത്ത് ഒറ്റ അടി അങ്ങോട്ട് കൊടുക്കുവാണ്. എടാ നീ എന്നെ തല്ലിയല്ലേ? തല്ലാതെ പിന്നെ. അതെ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് ശകുനി കളിച്ചത് വല്യമാവൻ കാണാം. ഇത് നിസ്സാര രീതിയിൽ തീരേണ്ട പ്രശ്നം വലിയ വഷളായി തീർന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇങ്ങനെ മേലെ ശകുനിത്തരം കാണിച്ചിട്ട് വന്നാണ്ടല്ലോ
ഇതെല്ലാം ഈ പിള്ളേര് പറഞ്ഞോണ്ടാ എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇതൊന്നും അറിയില്ലായിരുന്നു പറയാണ്. വല്യമാന് ഒന്നും മിണ്ടാതെ കർണത്ത് കിട്ടിയ അടിയുമായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം അനുവിന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ശ്രീരാജ് പിന്നെ സോറിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അനു നേരെ വരുന്ന ബാലികാദേവിനെ കാണാനായിട്ട് ഉണ്ണിമോളുടെ അരിയിലേക്ക് വരുവാണ്. ഉണ്ണിമോളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്കറിയില്ലായിരുന്നു ഉണ്ണിമോൾ എന്നെ രക്ഷിക്കുമെന്ന്. ഗിരിദേവനും വാവയും എന്നോട് പറഞ്ഞ് ഉണ്ണിമോളുടെ അടുത്ത് ചെന്നാൽ മതിയെന്ന്. പക്ഷെ ബാലികാദേവി എന്നെ രക്ഷിച്ചു. ഒരു പക്ഷേങ്കിൽ ജയിലിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം തീർന്നു പോയനും. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുന്ന സമയത്താ എനിക്ക് അഭയമായിട്ട് ദേവി വന്നത്. എനിക്കിപ്പോഴും വിശ്വാസമായി. ദേവി ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ശ്രീരാജേണ്ണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിക്കുക. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് മറ്റുള്ളവർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം വിശ്വാസമായി. ദേവി ഉള്ളതുകൊണ്ടാണ്. ബാലികാദേവി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഉണ്ണിമോളുടെ മനസ്സിലെ ശരീരത്തിലും ദേവിയാണ് കുടിയിരിക്കുന്നതെന്ന് അവർക്കും മനസ്സിലായി. ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് കുറുപ്പേട്ടൻ സാവിത്രിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറുപ്പേട്ടന്റെ മുഖം മാറുന്നതാണ്. സാവിത്രി ചോദിച്ചു, എന്താ എന്താ കുറുപ്പേട്ട മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. അതെ, എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടാ. എന്ത് പറ്റി കുറുപ്പേട്ട? എന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അത് ശരിയാണോന്ന് അറിയില്ല എന്ന് പറയണ. എന്ത് സംശയങ്ങളാ? അതൊക്കെയുണ്ട്. അതൊന്നും ബാലികാദേവിയോട് പറഞ്ഞാൽ കൊള്ളാന്നുണ്ടെന്ന് പറയണ. ഈ സമയം ഉണ്ണിമോൾ ഇങ്ങനെ കുറുപ്പേട്ടനെ നോക്കുവാണ്. പെട്ടെന്ന് വൈഷ്ണവിയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, അയ്യോ അച്ഛാ, വൈഷ്ണവ മോൾ എഴുന്നേറ്റ് കാണുമായിരിക്കും, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് പറയാ. ഇത് കേട്ടതും കുറുപ്പേട്ടൻ പറഞ്ഞു, എന്നാ വാ പോവാന്ന് പറഞ്ഞ് സാവത്രിയും കുട്ടി അങ്ങോട്ട് പോവാണ്. ഈ സമയം ഉണ്ണിമോൾ ഒന്ന് നോക്കുന്നുണ്ട് വൈഷ്ണവിയുടെ അമ്മേനെ. പിന്നീട് കാണിക്കുന്ന ഗിരിദേവനും വാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ദേവികമ്മ അങ്ങോട്ട് വരുവാണ്. മുത്തശ്ശി പറഞ്ഞു, എന്നാലും ഗിരിദേവ, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ ഉണ്ണിമോള് ബാലികാദേവിയായി. ബാലികാദേവി ആയത് മാത്രമല്ല അനുവിന്റെ ജീവൻ രക്ഷിച്ചെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? പാവം, ഒരു കാലത്ത് എല്ലാവരും ദുശകനമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉണ്ണിമോളെ ആട്ടി പായിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അയ്യപ്പസ്വാമിയും അന്നപൂർണേശ്വരി ദേവി എല്ലാവരും ഉണ്ണിമോളെ സഹായിക്കാനായിട്ട് വന്നു. അതുകൊണ്ടല്ലേ എന്റെ ഉണ്ണിമോൾക്ക് ഇത്ര വലിയ സൗഭാഗ്യം ഉണ്ടായെന്ന് ചോദിക്കുക. ഗിരിദേവൻ പറഞ്ഞു, അതൊക്കെ ഒരു നിമിത്തമാണ് മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ അവള് ചിലപ്പം മുൻപ് ചെയ്ത സുഹൃതം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ബാലികാദേവി ആയിട്ട് ആകാനായിട്ട് അവൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ? ആൾക്കാരുടെ കണ്ണീരൊപ്പാനായിട്ട് അവൾക്ക് പറ്റുമോ? ഒരു കാലത്ത് അവളെല്ലാരും ആട്ടി ഓടിച്ചിരുന്ന ഇപ്പോഴാണ്ട് എല്ലാവരും അവരുടെ മുന്നിൽ കൈകൂപ്പി വണങ്ങി നിൽക്കുന്നു. എല്ലാം ഗിരിദേവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഗിരിദേവൻ എന്റെ മോളുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എന്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ നല്ല കാലങ്ങൾ ഉണ്ടായെന്ന് പറയാം. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, അതെ, ഞാൻ മാത്രമല്ല, അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹമുണ്ട് ഉണ്ണിമോൾക്ക്. അതുകൊണ്ട് ഇനി മുത്തശ്ശി ഒന്നും പേടിക്കണ്ടെന്ന് പറയാം. അതെ, അന്ന് ഞങ്ങൾക്കിനി പോകാലല്ലെന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെ ശരിയാ മുത്തശ്ശി? ബാലികാദേവിയാണ്. 3 ദിവസം അവിടെ ബാലികാദേവി ആയിട്ടിരിക്കണം. പൗർണമി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഇനി എന്തൊക്കെ അത്ഭുതം സംഭവിക്കാതിരിക്കുന്നു. ബാലികാദേവിക്ക് ഇനി കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടെന്ന് പറയണം. ഇനിയുണ്ട്. മുത്തശ്ശി അത്ഭുതപ്പെടാൻ പോകുന്നുള്ളൂ. ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നേ. മുത്തശ്ശി അത് കണ്ടോളൂ. അപ്പോഴും മുത്തശ്ശിയുടെ മനസ്സ് നിറഞ്ഞ മുത്തശ്ശി ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറയാം. മുത്തശ്ശിയുടെ മനസ്സിലെ സർവ്വ വേദനകളും മാറുമെന്ന് പറഞ്ഞിട്ട് ഗിരിദേവനും ഭാവിയും കൂടെ അങ്ങോട്ട് പോവാ. ഈ സമയം കുറുപ്പേട്ടനും സാവത്രിയും കൂടെ വൈഷ്ണവികളുടെ മുറിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ വൈഷ്ണവിയുടെ അമ്മയുണ്ട്. മോളെ, കഥ തുറക്ക, ദേ മുത്തശ്ശനും മുത്തശ്ശിയാ വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് നിങ്ങൾ നിന്നെ ഒന്ന് കാണണ്ടെന്ന് ചോദിക്കുക. ഈ സമയമൊന്നും വൈഷ്ണവികൾ കഥ തുറന്നില്ല. വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞു, അവൾക്ക് ദേഷ്യമായിരിക്കും. ഒരു പക്ഷെ ഇത്രയും കാലമായിട്ട് നിങ്ങൾ കാണാൻ വന്നിട്ടില്ലോ, അതിൻ്റെതായ ബുദ്ധിമുട്ട് കാണുമെന്ന് പറയാം. മോളെ, ഞങ്ങൾക്ക് വരാൻ സാധിച്ചില്ല, കാരണം ഞങ്ങളോട് ക്ഷമിക്കുക. ഇങ്ങോട്ട് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് എന്റെ മോന്റെ വിറങ്ങലിച്ച ശരീരമാണ് എന്റെ മനസ്സ് നിറഞ്ഞിരുന്നത്. കാറപകടത്തിൽ മരിച്ച അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കും കൂടെ വരാനേ തോന്നിയില്ല. അത് അമേരിക്കയ്ക്ക് തന്നെ കഴിഞ്ഞെന്ന് പറയണം. പെട്ടെന്ന് വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞു, അത് നിങ്ങൾ അമേരിക്കയില, അതൊന്നും നിങ്ങൾ ഇങ്ങോട്ട് ഇടയ്ക്ക് മോളെ കാണാൻ വരാത്തോണ്ട് അതിന്റെ വിഷമമുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. തക്കാലത്ത് തന്നെ അച്ഛനും അമ്മയും കൂടെ പൊക്കോ. അവള് ഉണർന്നു കഴിയുമ്പോൾ അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങോട്ട് വരാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. പിന്നെ അവളുടെ ടീച്ചർ സാറും ഒക്കെ പറഞ്ഞു, അവളെ നിർബന്ധിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വന്നേ. സാരമില്ല, അവൾ നിങ്ങളുടെ അരിയിലേക്ക് വരും, ധൈര്യമായിട്ട് പൊക്കോളാൻ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിയണ്ടേ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.